ബാംഗ്ലൂരിലെ പ്രയാണ എന്ന് പറയുന്ന കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു ടയറിൻ്റെ മോഡലിലാണ് നമ്മൾ തന്നെ ഈ കാർ മ്യൂസിയം ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ വ്യൂ. നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുറേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ഒരു ഗാർഡൻ പോലത്തെ ഒരു ഏരിയ. അങ്ങോട്ട് നടന്നു പോകുന്നൊരു വഴിയാണ്. അതായത് ഇവിടെ അതിൻ്റെ എൻട്രൻസ് പ്രയാണ കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണിത്. അതിൻ്റെ എൻട്രൻസ് പോയിന്റ്, പ്ലീസ് എൻ്റർ ഹിയർ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ മ്യൂസിയം ഗൈഡ് ലൈൻസാണ് വെച്ചിരിക്കുന്നത്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ID കാർഡ് സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ എക്സ് ആർമി പേഴ്സൺസിന് കോംപ്ലിമെൻ്ററി എൻട്രി ആണുള്ളത്, എഴുതി വെച്ചേക്കാണ്. ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിന്റ്. നമ്മളിതാണ്ട് ഇവിടെ നിൽക്കുകയാണ് എൻ്റെ എൻട്രൻസിൽ. ഹെഡ് ഗാർഡ് ഡോക്ടർ ഫൗണ്ടർ. ഇതിൻ്റെ എൻ്റെ കാറിൻ്റെ ഒരു വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പല പാർട്സുകളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചാർജറിൻ്റെ ഏരിയ, ഫ്യൂവൽ പമ്പ്, സ്റ്റിയറിംഗ് ബോക്സ്, ഇതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു സ്ട്രക്ചർ ഇതാണ്ട് ഈ സൈഡിലായിട്ട് കാണാം. എൻജിൻ്റെ ഒരു മോഡൽ ഇതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വലിയൊരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു എൻജിൻ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു എൻജിൻ്റെ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ കാണാം പലതരത്തിലുള്ള ടയറുകൾ, കാളവണ്ടിയുടെ ടയർ മുതൽ ഇങ്ങോട്ട് വരുന്ന പല ടൈപ്പ് വെഹിക്കിൾസിൻ്റെ ടയറുകൾ ഇതാ ഇവിടെ ഇങ്ങനെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വണ്ടികൾ, കാളവണ്ടി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വണ്ടികൾ, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വണ്ടികളുടെ ഫോട്ടോസ്, അതിൻ്റെ രൂപങ്ങൾ, ഫോട്ടോസ് അല്ല, അതിൻ്റെ ഡിസ്പ്ലേയിലൂടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പല ടൈപ്പ് ഓഫ് കാറുകൾ അവിടെ ഡിസ്പ്ലേയിലുണ്ട്. 47 ഒരു അമേരിക്കൻ കാറ്, അതിൻ്റെ മോഡൽ ഇതാണ്. ആ കാർ അവിടെ വെച്ചിട്ടുണ്ട്. ഗുഡ്സൺ എന്ന് പറയുന്ന കാറിൻ്റെ മോഡൽ തന്നെ ഇവിടെ ഉണ്ട്. കയറി വരുന്നിടത്ത് തന്നെ കാണാം. 1947 501 വെഹിക്കിളാണ്. 1925 ഫിയറ്റിൻ്റെ 501 വെഹിക്കിളാണിത്. ഈ കാണുന്ന ഫിയറ്റിൻ്റെ 521, 1931 ഫിയറ്റിൻ്റെ 531 എന്ന് പറയുന്ന വെഹിക്കിളാണിത്. വീണ്ടും നമ്മൾ വരുന്ന സമയത്ത് 1929 ജർമ്മൻ മോഡൽ വെഹിക്കിളാണ് ഈ ഇരിക്കുന്നത്. 1929 ജർമ്മൻ മോഡൽ വെഹിക്കിളാണിത്. പിന്നെ 1934 സലൂൺ മോഡൽ വെഹിക്കിളാണ് ഇതാണ്ട് ഈ കാണുന്നത്. 1934 വെഹിക്കിളാണിത്. 1934 1946 വെഹിക്കിളാണ്. 1946 ഫോർഡിൻ്റെ പെർഫെക്റ്റ് എന്ന് പറയുന്ന മോഡലാണിത്, ഫോർഡിൻ്റെ വെഹിക്കിൾ. മോറീസിൻ്റെ 1947 8 സീരീസ് വെഹിക്കിളാണ്. മോറീസിൻ്റെ വെഹിക്കിൾ ആണ് ഇതാ കിടക്കുന്നത്. ഇത് വേറെ ഏതൊരു കമ്പനിയുടെ ആണ്. ഇതിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടില്ല. വളരെ പഴയ 1947 തന്നെയുള്ള വെഹിക്കിളാണിത്. ഇതാണ് 1947 വേറൊരു വെഹിക്കിളാണ്. ഫ്രേസർ എന്ന് പറയുന്ന കമ്പനിയുടെ വെഹിക്കിളാണ്. ഇതുണ്ട് കമ്പനിയുടെ വെഹിക്കിളാണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. MYL 273 എന്ന് പറഞ്ഞ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. 1929 1929 ബുസിക് സീരീസ് 50 സൂപ്പർ 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. ജർമ്മൻ മോഡൽ കാറാണിത്. ജർമ്മൻ മോഡൽ കാറ്. നല്ലൊരു പ്രത്യേക സ്ട്രക്ചർ രീതിയിലുള്ള ജർമ്മൻ മോഡൽ കാറാണിത്. നമ്മുടെ അംബാസഡർ പോലെയൊക്കെ ഇരിക്കും കാണാൻ. നമ്മളിപ്പോൾ അടുത്തത് സ്കോഡ പോപ്പുലർ 1937 കാറാണിത്. 1937 സ്കോഡ പോപ്പുലർ കാറാണ്. ഇതായി കാണും, സ്കോഡയുടെ വെഹിക്കിളാണിത്. പഴയ സ്കോഡ 2 സീറ്റർ കാറാണിത്. ഇത് 2 സീറ്റർ ചെറിയ കാറ്, സ്കോഡയുടെ കാറ്. പോപ്പുലർ എന്ന് പറയുന്ന കാർ. MYW എന്ന് പറയുന്ന 2015 കാറാണിത്. 2030 MYW 1015 എന്ന് പറയുന്ന മോഡലാണ്. അത് 1930 കാറാണ്. ജർമ്മൻ മോഡൽ കാറാണിത്. പല്ലക്കിൻ്റെ ഒരു രൂപം മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് ആളുകൾ യാത്ര ചെയ്തിരുന്ന പല്ലക്കിൻ്റെ ഒരു രൂപം ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനെ കാണാം. സ്കോഡയുടെ കാറിൻ്റെ അടുത്തായിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട്. 9 ഡെയ്മിലർ 1949 മോഡൽ കാറാണ്. ഡെയ്മിലർ D36 എന്ന് പറയുന്ന മോഡലുള്ള കാറാണിത്. ഇത് ശരിക്കും അതായത് വീരേന്ദ്ര
ഹെഗ്ഡേ എന്ന് പറയുന്നതിൻ്റെ ഓണർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മോഡലാണ് 1949 മോഡൽ കാറാണിത്. ബൈക്കുകളുടെ ഒരു ഏരിയയിലേക്ക് എത്തി. പല മോഡൽ ബൈക്കുകൾ, അതായിരിക്കും ലൂണയുടെ ബൈക്ക് ഇരിക്കുന്നു, ദെൻ M80 ഇരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് M80. ബജാജിൻ്റെ 150 ഇരിപ്പുണ്ട്. ദെൻ പല ഡിഫറൻറ്റ് ബജാജിൻ്റെ ചേതക് സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ M80യുടെ വണ്ടി. ഇതൊക്കെ ബജാജിൻ്റെ ചേതക് സ്കൂട്ടർ, ബജാജ് സൂപ്പർ, LMLൻ്റെ വെസ്പ, ഇതൊക്കെ നേരത്തെ കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല ടൈപ്പ് ഓഫ് സ്കൂട്ടറുകളാണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ്, രാജ്ദൂതിൻ്റെ സ്കൂട്ടർ, ദെൻ യമഹയുടെ ബൈക്ക് ഇരിപ്പുണ്ട്. ഇതാ ഇവിടെ വരണം മോഡല്. ദെൻ രാജ്ദൂതിൻ്റെ തന്നെ വേറൊരു ബൈക്ക്. ഇവിടെ വേറെ വളരെ റെയറായിട്ടുള്ള വേറെ 2-3 കമ്പനികൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത പഴയ കാലത്തുണ്ടായിരുന്ന കമ്പനികളുടെ ബൈക്കുകൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. സിട്രോണിൻ്റെ കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്ക്, ഫ്രാൻസിലെ സിട്രോൺ കമ്പനി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ 1947 കാറാണിത്. സിട്രോൺ ട്രാക്ഷൻ എന്ന് പറയുന്ന കാറ് സിട്രോണിൻ്റെ കാറാണ്. 1947 മോഡൽ കാറാണിത്. ഇപ്പോൾ എംബ്ലത്തിന് വന്ന മാറ്റങ്ങൾ 1990 സിട്രോണിൻ്റെ എംബ്ലം ഇതായിരുന്നു. 1966 ആയപ്പോൾ മാറ്റി. 2022 എംബ്ലം വീണ്ടും മാറ്റിയിട്ടാണ് സിട്രോണിൻ്റെ. സിട്രോൺ ഇപ്പോൾ നമുക്ക് ഒരുപാട് C5, C3 എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഡൽ കാറുകൾ നമുക്കിപ്പോഴേ വിപണിയിലുണ്ട്. ഇപ്പം C3യുടെ എയർ ക്രോസ് ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോഡൽ 7 സീറ്റർ കാറ്. അവരുടെ പഴയ കാറാണ്. ഹിൽമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ കാറാണ്. 1952 ഹിൽമാൻ മിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിൽമാൻ്റെ കാറാണിത്. അംബാസിഡർ പോലെ ഇരിക്കുന്ന കാറ്. ഓസ്റ്റിൻ്റെ കാറ് 1952 കാറാണിത്. ഓസ്റ്റിൻ്റെ കാറ് 1952 മോഡൽ കാറാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ 1952 കാറ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അല്ല, ഹിന്ദുസ്ഥാൻ്റെ കാറാണിത്. ഇത് കാണാൻ അംബാസിഡർ പോലെ തന്നെ ഇരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഇന്ത്യൻ കാറാണിത്. നമ്മൾ നേരത്തെ ജർമ്മൻ കാറൊക്കെ കണ്ടു, ഇത് ഇന്ത്യൻ കാറാണ്. ഇതാ ഹിന്ദുസ്ഥാൻ്റെ തന്നെ ലാൻഡ് മാസ്റ്റർ ഇന്ത്യൻ കാറ്. ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന കാർ ഇന്ത്യയിൽ ശരിക്കും അംബാസിഡറിൻ്റെ ആ ഒരു അടുത്തേക്ക് എത്തുന്ന ഡിസൈനാണ് ലാൻഡ് മാസ്റ്ററിൽ എത്തിയപ്പോൾ. ഇനി അടുത്ത നമ്മൾ അംബാസിഡറിൻ്റെ കാറാണ് കാണുന്നത്. നമ്മുടെ അടുത്തുള്ള അംബാസിഡറിൻ്റെ മോഡലാണിത്. അംബാസിഡർ മാർക്ക് 1 ഇന്ത്യൻ കാറാണിത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസിഡറിൻ്റെ മാർക്ക് 1 കാറ്. ഷെവർലയുടെ ബെൽ എയർ എന്ന് പറയുന്ന അമേരിക്കൻ കാറാണ്. 1985. ഷെവർലെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയി 90 മുതൽ 145 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡിൽ ഓടിക്കാവുന്ന ഷെവർലയുടെ കാറാണ് ബെൽ എയർ. ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു ഈ ഷെവർലെ. ഇപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതാ നമ്മളിപ്പോൾ അടുത്ത് ഇവിടെ എത്തുന്നത് മറ്റൊരു മോഡൽ കാറാണ്. ഇത് 1955 കാറിൻ്റെ ഡിസൈനാണ് ഇത് കാണുന്നത്. 1955 മോഡലാണിത്. പിജിയോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ 1960 മോഡലാണ് പിജിയോട്ട് 404 എന്ന് പറയുന്ന കാറാണിത്. ഇന്ത്യയിൽ ഒന്നുമില്ല, GDA എന്ന് പറഞ്ഞാൽ ഗോവയുടെ രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു കാണുന്നത് ഈ കാറ്. വളരെ യുണീക്കായിട്ടുള്ളൊരു മോഡൽ. നമ്മുടെ നേരത്തെ ഉണ്ടായത് നമ്മുടെ ഫിയറ്റിൻ്റെയൊക്കെ കാറിൻ്റെ ഒരു രൂപമാണ് ഇതിനെ കാണാൻ. ഷെവർലയുടെ കാറിൻ്റെ പല പല മോഡലുകളൊക്കെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഷെവർലയുടെ കാറ് 67 ഹിൽമാൻ ഹണ്ടർ എന്ന് പറയുന്ന കാറാണ്. ഹിൽമാൻ ഹണ്ടർ കാറ് നല്ല രസമുണ്ട് കാണാൻ. GDL 2162 എന്നൊക്കെ നമ്പർ വെച്ചിട്ട് നേരത്തെ നമ്മൾ കണ്ട ഫിയറ്റിൻ്റെ അതേ മോഡലൊക്കെ ഇരിക്കുന്ന കാറാണ് ഹിൽമാൻ്റെ കാറ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താണ്ട് ഓപ്പലിൻ്റെ 1965 സീരീസ് ബി റിക്കോർഡ് സീരീസ് ബി എന്ന് പറയുന്ന ഓപ്പലിൻ്റെ കാറാണിത്. ഓപ്പലിൻ്റെ കാറ് നല്ല പഴയൊരു ഹെറിറ്റേജ് കാറിൻ്റെ ലുക്കിലൊക്കെ ഉള്ള കാർ. 1947 സ്റ്റൺ ബ്രേക്കർ ചാമ്പ്യൻ കാറാണിത്. സ്റ്റൺ ബ്രേക്കർ ചാമ്പ്യൻ കാറ്. അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 145 കിലോമീറ്റർ വരെ സ്പീഡുള്ള കാറ്. 80 HP-യും 4000 RPM ഉള്ള കാറാണ്. ടോർക്ക് 182 Nm ടോർക്കും 2000 RPM ഉള്ള 3 സ്പീഡ് ട്രാൻസ്മിഷൻ മാനുവൽ കാറാണ്.
ആൻഡ് വേൾഡ് വാർ 2 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാറാണിത്. 53 ഗ്യാസ് 69 എന്ന് പറയുന്ന മോഡൽ ആണ് കാറ്. ഇത് ജീപ്പിൻ്റെ കൂട്ടിരിക്കുക, കാറല്ല ജീപ്പിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ജീപ്പിൻ്റെ മോഡൽ അതിവിടെ ഉണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിലാണ് ഈ കാണുന്ന ഗ്യാസ് എന്ന് പറയുന്ന കമ്പനിയുടെ കാർ. ഇത് മിലിറ്ററിയുടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴേക്ക് നടക്കുകയാണ്. താഴെ ഇതിൻ്റെ വീണ്ടും കുറേ മോഡലുകൾ ഇവിടെ താഴെയുണ്ട്. താഴെ പോയി നോക്കാം എന്താണ് താഴത്തെ കാഴ്ചകളെന്ന്. മുകളിലത്തെ ഫ്ലോർ കഴിഞ്ഞ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് അതൊക്കെ നടക്കുകയാണ്. താഴെ എത്തിയപ്പോൾ വീണ്ടും 2 വീലറിൻ്റെ സെഷനിലേക്ക് വന്നു. ഇതാണ്ട് 2 വീലറുടെ പ്രിയ എന്ന് പറയുന്ന ഒരു മോഡൽ 2 വീലർ. ദെൻ ബജാജിൻ്റെ 150 ഇവിടെ ഉണ്ട്. ബജാജിൻ്റെ 150 മോഡൽ 2 വീലർ. ദെൻ വേറൊരു കമ്പനിയുടെ, അതിൻ്റെ പേര് എഴുതില്ല. ബജാജിൻ്റെ 150 ബജാജിൻ്റെ സ്കൂട്ടറിനെ പോലെ തന്നെ ഉണ്ട്. വേറെ ഏതോ കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ബോർഡില്ല. 1967 സ്റ്റെയർ പഞ്ച് ഹാഫ് ലിങ്കർ എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ്. ഇത് ഒരു എത്ര 5 സീറ്ററൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ യഥാർത്ഥ മോഡൽ അറിയില്ല. ഇതിൻ്റെ പേര് 1967 മോഡൽ വണ്ടിയാണ്. ഇത് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന വെഹിക്കിളാണിത്. ഒരുപാട് കേട്ടിട്ടുള്ള കമ്പനിയാണ് ഫിയറ്റിൻ്റെ 1100 എലഗൻറ്റ് എന്ന് പറയുന്ന മോഡലാണ്. 1957 മോഡലാണിത്. ഫിയറ്റിൻ്റെ എലഗൻറ്റ് എന്ന് പറയുന്ന മോഡലാണിത്. 1100 സൂപ്പർ സെലക്ട് എന്ന് പറയുന്ന മോഡലാണിത്. ഫിയറ്റിൻ്റെ തന്നെ മോഡലാണിത്. ഫിയറ്റിൻ്റെ പല മോഡലുകളും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഇതും ഫിയറ്റിൻ്റെ കാറാണ്. ഫിയറ്റിൻ്റെ 1100 സെലക്ട് 1962 വേറൊരു കളറ് ഡിസൈനുള്ള വണ്ടിയാണിത്. ഫിയറ്റിൻ്റെ പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന ഒരുപാട് ടാക്സിയിൽ ഇപ്പോഴും കാണാൻ പറ്റുന്ന, ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ടാക്സിയിൽ കാണാൻ പറ്റുന്ന പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന മോഡലാണിത്. ഫിയറ്റിൻ്റെ കാറ് 1980 കാറാണിത്. പ്രീമിയർ പത്മിനി 1980 കാറ്. 2000 അംബാസിഡറാണിത്. 2000 അംബാസിഡറിൻ്റെ മോഡലാണിത്. ഇതിപ്പോഴും നിരത്തിലുള്ള ഒരു മോഡലാണ്. 1983 ജപ്പാൻ മെയ്ഡ് ഡാസ്റ്റൻ്റെ കാറാണ്. ഡാസ്റ്റൻ്റെ കാറ് ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന പ്രശസ്ത ആക്ടറായിട്ടുള്ള വിഷ്ണുവർദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കാറാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു, ഒരു 3D മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1983 ഡാസ്റ്റൻ്റെ കാറാണിത്. ഡാസ്റ്റൻ്റെ കാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജപ്പാൻ മോഡൽ കാറ് 163 km/h സ്പീഡ് ഉള്ള കാറാണിത്. 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള കാറാണ് ഇത്. ആക്ടർ വിഷ്ണുവർദ്ധൻ 1958 വില്ലീസിൻ്റെ ട്രക്കാണ് ഇത്. ട്രക്കിൻ്റെ മോഡല്. ദെൻ ഫോർഡിൻ്റെ ട്രക്ക്. ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മുടെ ട്രക്കാണിത്. 1948 ട്രക്കാണ് ഈ കാണുന്നത്. ഫോർഡ് കമ്പനിയുടെ ട്രക്കൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ കമ്പനി ഉണ്ടായിരുന്നത്. ഇത് ഫോർഡിൻ്റെ ട്രക്ക്. ഫോർഡിൻ്റെ കാറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫോർഡിൻ്റെ ട്രക്ക്. ദെൻ ടാറ്റയുടെ ട്രക്ക്. ടാറ്റയുടെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്ത്, ഇപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഫോർഡിൻ്റെ വണ്ടി നമ്മൾ വളരെ അപൂർവമായിട്ട് കണ്ടുള്ളൂ. ട്രക്ക് ഇത് ടാറ്റയുടെ ട്രക്കാണിത്. 1981 കേഴ്സ് എന്ന് പറയുന്ന 280 മിലിറ്ററി ട്രക്കാണിത്. അതിൻ്റെ മോഡലാണ് കേഴ്സ് 280 മിലിറ്ററി ട്രക്ക്. കാണിക്കുന്നത് 1934 മോറിസിൻ്റെ വുഡി എന്ന് പറയുന്ന മോഡലാണിത്. ഇറ്റ്സ് ആക്ച്വലി ഇംഗ്ലണ്ടിലെ വെഹിക്കിളാണ്. 1934 ഇംഗ്ലണ്ടിലെ വെഹിക്കിളാണിത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തവിടെ ഇങ്ങനെ കറങ്ങുന്ന ഒരു സ്പേസിൽ നിൽക്കുകയാണ്. കണ്ടോ, വില്ലീസിൻ്റെ ജീപ്പാണ്. ജീപ്പിൻ്റെ മോഡലാണിത്. വില്ലീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജീപ്പാണിത്. പഴയകാല സിനിമകളിലൊക്കെ ഈ ജീപ്പിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ലോറി ഉണ്ട്, ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ലോറി. ഡോഡ്ജ് പവർ വാഗൺ എന്ന് പറയുന്ന 1946 ഡോഡ്ജിൻ്റെ ലോറി ആണിത്. ചെറിയൊരു മിനി ലോറി. ശരിക്കും ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള ഡോഡ്ജിൻ്റെ ലോറിയാണ്. 1946 US ലോറിയാണ്. ഇത് പെട്രോളിൽ ഓടുന്ന 6 സിലിണ്ടർ എഞ്ചിനുള്ള ലോറി. എത്തിയപ്പോൾ 2008 ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഇ ക്ലാസ് ഇവിടെ കണ്ടു. ഇതിപ്പോഴും നിരത്തിലുള്ള വണ്ടിയാണ്. റോയൽ വെഹിക്കിൾ 2008 മെഴ്സിഡീസ് ബെൻസിൻ്റെ വണ്ടിയാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 9393 എന്ന് പറഞ്ഞ ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടി. 1980 മെഴ്സിഡീസ് ബെൻസ് ആണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ മോഡൽ. ഈ സൈഡ് മൊത്തം മെഴ്സിഡീസ് ബെൻസ് ആണ്. 2008 മുതൽ തുടങ്ങുകയാണ്.
ഇതും ഇപ്പം റോഡിലൊക്കെ കാണാം ഒരു മോഡൽ, 2008 മോഡല്. ഇത് 1993 BMW 7 സീരീസാണ്. അത് 93 BMW 7 സീരീസ് വെഹിക്കിളാണ്. ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനുള്ള വണ്ടിയാണിത്. ടൊയോട്ട കൊറോള എന്ന് പറയുന്ന, ടൊയോട്ടയും കൊറോളയും കൂടെ ഉള്ള കോമ്പിനേഷനിൽ ഇറക്കിയ വണ്ടിയാണ്. കൊറോളയുടെ ആൾട്ടീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. 1990കളിൽ നമ്മുടെ എസ്റ്റീമിൻ്റെയൊക്കെ മോഡലിൽ ഇരിക്കുന്നൊരു വണ്ടിയാണ് ടൊയോട്ട കൊറോളയുടെ വണ്ടി. അത് ഇവിടെ അടുത്തത് മെഴ്സഡീസ് ബെൻസ് 1983 മെഴ്സഡീസ് ബെൻസ് ആണിത്. 200D എന്ന് പറയുന്ന മെഴ്സഡീസ് ബെൻസിൻ്റെ കാറാണിത്. ഇത് ജർമ്മൻ വെഹിക്കിളാണിത്. വെഹിക്കിള് പ്രൊവൈഡ് ചെയ്ത കർണാടക ഗവൺമെൻറ് ആയിരുന്നു. ഇത് 2005 ജാഗ്വറാണ്. 2005 ജാഗ്വർ XJ6 എന്ന് പറയുന്ന ജാഗ്വറിൻ്റെ മോഡലാണിത്. ജാഗ്വറിൻ്റെ എംബ്ലമൊക്കെ ഇവിടെ കാണാം ഫ്രണ്ടിൽ തന്നെ. വളരെ അടിപൊളി ക്യൂട്ട് ഡിസൈനാണിത് കാണാൻ. ഇതാണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ളൊരു കാറ്. ഇത് നമുക്ക് നോക്കാം, ഇത് ഏത് കമ്പനിയാണെന്ന് നോക്കട്ടെ. ഫ്രണ്ടിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കാണാത്ത ഒരു ഡിസൈനാണിത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. 1989 കാഡിലാക് ഫ്ലീറ്റ് വുഡ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറാണ്. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കോണ്ടസ കാർ പോലെയൊക്കെ ഇരിക്കുകയാണിത്. സൂപ്പർ ലുക്ക് കാറാണിത്. നമ്മളിത് നടന്ന് അടുത്ത ഒരു വിൻറ്റേജ് കാറിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. 1967 മസ്ഡ ലൂസ് എന്ന് പറയുന്ന വെഹിക്കിളാണിത്. 1967 മസ്ഡ ലൂസിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്ററാണ്. 3 സ്പീഡ് ട്രാൻസ്മിഷനുള്ള വെഹിക്കിളാണിത്. 5500 ഹോഴ്സ് പവർ RPM ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അന്നത്തെ ക്ലാസ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അടുത്തത് വളരെ ക്യൂട്ടായിട്ടുള്ള 1958 ഓസ്റ്റിൻ്റെ കാറാണിത്. ഓസ്റ്റിൻ കാറിൽ വളരെ ചെറിയ കാറ്, മിസ്റ്റർ ബീൻ്റെ കാറ് ആണ് എന്നൊക്കെ നമുക്ക് കുട്ടികൾ പറയുന്നുണ്ട്. സിംഗിൾ ഡോറാണ്, 3 ഡോർ കാറാണിത്. ഫ്രണ്ടിൽ 2 ഡോറും ബാക്കിൽ ഡിക്കിയുള്ള 3 ഡോർ കാറാണിത്. ഓസ്റ്റിൻ്റെ കാർ 1958 കാറാണിത്. 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള കാറിന്. 1987 സ്റ്റാൻഡേർഡ് 2000 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കമ്പനിയുടെ കാറാണിത്. സ്റ്റാൻഡേർഡും 80കളിലെല്ലാം ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതേലത്തെ വെഹിക്കിൾ. സ്റ്റാൻഡേർഡ് 2000 വെഹിക്കിളാണ്. വളരെ കുറച്ച് വെഹിക്കിൾസ് മാത്രമേ നമ്മൾ നിരത്തുകളിലൊക്കെ സ്റ്റാൻഡേർഡിനെ കണ്ടിട്ടുള്ളൂ. സിനിമകളിലൊക്കെയാണ്, പഴയകാല സിനിമകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് 2000 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ വെഹിക്കിൾ. ഇത് കർണാടക രജിസ്ട്രേഷൻ കാറാണ്. അംബാസിഡർ എയർഫോഴ്സ് 1986 കാറ്, അംബാസിഡറിൻ്റെ കാറാണിത്. ദെൻ നമ്മളെല്ലാവരും വളരെ ഒരു കാലത്ത് വളരെ ആരാധനയോട് കണ്ടിരുന്ന കോണ്ടസ ക്ലാസിക് 1.8 GL 1991 കാറാണിത്. 91 കോണ്ടസ ക്ലാസിക്കാണ്. വളരെ വലിയ കാറ്. നമ്മൾ പല പല മോഡലിൽ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഛായയൊക്കെ വന്നാലും കോണ്ടസയുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ തന്നെയുള്ളൊരു കാറാണ് തീർച്ചയായിട്ടും. 1926 മെഴ്സഡീസ് ബെൻസ് 8 എന്ന് പറയുന്ന വളരെ റോയലായിട്ടുള്ള വെഹിക്കിളാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീപ്പിൻ്റെ മോഡലുള്ള വെഹിക്കിള്. അത് 3 ഡോറാണ്. 3 ഡോറല്ല, 2 ഡോറാണ്. ബാക്കിൽ കൂടെ കയറാൻ ഡോറില്ല, 2 ഡോറാണ്. എനിക്കൊന്ന് സീറ്റ് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ചെയ്തിട്ടായിരിക്കും ബാക്ക് സീറ്റിൽ കയറുന്നതെന്ന് തോന്നുന്നു. 4 സീറ്ററാണ്. അല്ല, 4 ഡോറാണ് അല്ലേ? 4 ഡോർ തന്നെയാണ്. 4 ഡോർ വണ്ടിയാണ്. ബാക്കിൽ ഡിക്കി ഇല്ലാന്നേ ഉള്ളൂ. 3 ഡോർ അല്ല, 4 ഡോർ വണ്ടിയാണ്. എന്താണ് ബാക്കിലായിട്ട് ഡിക്കിക്ക് പകരം ഒരു ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു പെട്ടി, മരത്തിൻ്റെ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. മെഴ്സഡീസിൻ്റെ വെഹിക്കിളാണിത്. മെഴ്സഡീസിൻ്റെ വെഹിക്കിളിൻ്റെ സ്റ്റെപ്പിനി എല്ലാം അതിന് താഴെ വെച്ച് കഴിഞ്ഞാൽ 3 ഡോർ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. 4 ഡോറാണ്. ബാക്കിലൊരു ഡിക്കിയുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. മെഴ്സഡീസ് ബെൻസ് 8 എന്ന് പറയുന്നത് 1926 വെഹിക്കിളാണ്. 86 ടെമ്പോ മെറ്റഡോറിൻ്റെ ഇതാണ്. ശരിക്കും ഒരുപാട് പിക്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. 4 സ്പീഡ് മാനുവൽ ടെമ്പോ മെറ്റഡോർ ആണ്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതിനെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഒരു പുതിയ ലുക്കിലാക്കി വെച്ചിട്ടുണ്ട്. 1985 സിപ്പാനി ഡോൾഫിൻ സലൂൺ കാറാണിത്. ഒരു ചെറിയ കാറ്, കുട്ടിക്കാറാണ് ഇത്.
എന്താ പറയുക, ഇതും ഫ്രണ്ടിൽ 3 ഡോർ വെഹിക്കിളാണിത്. 2 ഡോറ് ഫ്രണ്ടിലും ഡിക്കി ഡോറുള്ള വെഹിക്കിളാണിത്. ക്യൂട്ടായിട്ടിരിക്കുന്നു. ചെറിയ കാറാണ്, കുട്ടിക്കാറ്. ഇത് കാണുന്നത് മാരുതി 800 DX എന്ന് പറയുന്ന മാരുതിയുടെ ആദ്യകാലത്തെ കാറുകളിലൊന്നാണിത്. മാരുതി 800 DX മാരുതിയുടെ കാറ്. നമ്മൾ മാരുതി 800 ഒക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ മാരുതി 800 എന്ന് പറയുന്നതിൻ്റെ ആദ്യകാലത്തെ മോഡലാണ് ഈ കാണുന്നത്. ഇത് റേവ എന്ന് പറയുന്ന ബാറ്ററി കാറാണിത്. ബാറ്ററി കാറ് ആദ്യകാലങ്ങളിൽ നമ്മൾ ബാറ്ററി കാർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2008 ഇറങ്ങിയ റേവയുടെ ഇലക്ട്രിക് കാറാണ് ഈ കാണുന്നത്. ഫീൽഡ് മാർഷൽ ട്രാക്ടർ എന്ന് പറയുന്ന JCB ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രയാണയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. ഫോട്ടോ പോയിന്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് മിസ്തുബിഷിയുടെ KA19 രജിസ്ട്രേഷൻ വെഹിക്കിൾ ഇവിടെ കിടക്കുകയാണ്. മിസ്തുബിഷിയുടെ ലാൻസർ. ഇത് മംഗലാപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ് KA19. ഇത് ജപ്പാൻ വണ്ടി. ഇത് 4 സിലിണ്ടർ ആയിട്ടുള്ള KA19 വണ്ടി, മംഗലാപുരം രജിസ്ട്രേഷൻ വണ്ടിയാണിത്, മിസ്തുബിഷിയുടെ. ടൊയോട്ടയുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ പേര് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ദെൻ ഹുണ്ടായിയുടെ ആക്സെൻ്റ് വണ്ടിയുണ്ട് ഇവിടെ. റോവർ എന്ന് പറയുന്ന 1994 വെഹിക്കിളാണിത്, UK വെഹിക്കിള് റോവർ. ദെൻ ടാറ്റയുടെയൊക്കെ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ വരുന്ന വണ്ടികളാണ്. ബോർഡ് വെച്ചില്ല, ടാറ്റയുടെ വണ്ടിയാണിത്. ഹുണ്ടായുടെ ഒരു വെഹിക്കിൾ കിടപ്പുണ്ട്, ഹുണ്ടായി വേണ, ഇപ്പോഴുള്ള വേണ മോഡലാണിത്. ദെൻ മാരുതിയുടെ സെൻ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അവിടെ ഫിയറ്റിൻ്റെ ലീനിയ മോഡൽ, ഇതിപ്പോഴും മാർക്കറ്റ് ഒക്കെ ഉള്ളതാണ്, വളരെ അപൂർവമായിട്ടൊക്കെ കാണാവുന്ന ഒരെണ്ണമാണ് ഫിയറ്റ് ലീനിയ. ആൻഡ് ഫിയറ്റ് യൂനോ, ലീനിയ അല്ല യൂനോ ആണ്. ദെൻ 4 ഡോർ ഫിയറ്റ് യൂനോ. ഫിയറ്റ് ലീനിയ ഇതേ മോഡലിൽ തന്നെ ഫിയറ്റിനുണ്ടായിരുന്ന വണ്ടിയാണ്. ദെൻ മാരുതിയുടെ 800 ആണിത്. വീരഭദ്രയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. കർണാടകത്തിൽ നിന്ന് കിട്ടിയ 15-ാം നൂറ്റാണ്ടിലെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹംപിയിലൊക്കെ പോയപ്പോൾ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്. നമ്മളിതിൻ്റെ വേറെ ഏരിയയിലേക്ക് പോകണം. ഇവിടെ വലിയൊരു വാൾ ക്ലോക്ക് കാണാം. നമ്മൾ ഇവിടെ അടുത്ത മറ്റൊരു ഏരിയയിലേക്ക് പോവാണിത്. തുളുനാടിൻ്റെ യുണീക്കായിട്ടുള്ള കൾച്ചറൽ ഐറ്റംസ് എല്ലാം അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് എൻട്രൻസ് ടിക്കറ്റ് 50 രൂപയാണ്. കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. നമ്മൾ ഇവിടെ കയറുമ്പോൾ തുളുനാടിൻ്റെ കലാരൂപങ്ങൾ, പലതരത്തിലുള്ള ആ കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ, കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടുകൊണ്ടിങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള രൂപങ്ങൾ, ഇവിടെ പലതരത്തിലുള്ള പാത്രങ്ങൾ, പിന്നെ ഫർണിച്ചറുകൾ, അന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പല കൊത്തുപണിയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു പാത്രം കാണാം. ഒരു വലിയ സ്റ്റുഡിയോ ക്യാമറ, അന്നത്തെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റുഡിയോ ക്യാമറ ഇവിടെ ഉണ്ട്. ദെൻ ടൈപ്പ് റൈറ്റേഴ്സ്, അതുപോലെ തന്നെ ഫിലിം പ്രൊജക്ടർ, എഡിറ്റിങ്ങിൻ്റെ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് റൈറ്റർ, ടോയ് ടൈപ്പ് റൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ പല കലാരൂപങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ നേവിയുടെ ടെലഫോണിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള അയൺ ബോക്സുകൾ, ദെൻ ക്യാമറാസ്, ഇത് പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തിൽ. മഹാരാജാസ് ഓഫ് മൈസൂർ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. മഹാരാജാസ് ഓഫ് മൈസൂരിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. കുറേ ഓയിൽ പെയിൻറ്റിങ്ങുകളെല്ലാം കാണാം. ഗ്രാമഫോണ് ഇവിടെ ഉണ്ട്. കോഫി ഗ്രൈൻഡിങ് മെഷീൻ ഇവിടെ കാണാം. ഒരു കോഫി ഗ്രൈൻഡിങ് മെഷീനുണ്ട്. ഒരു വൈൻ ഗ്ലാസ് ബോട്ടിൽ, ഇത് കവർ ചെയ്തിങ്ങനെ വുഡ് കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വൈൻ ഗ്ലാസ് ബോട്ടിലുണ്ട്. കുറേ ഫിലിമിൻ്റെ പ്രൊജക്ടേഴ്സ്, പലതരത്തിലുള്ള പ്രൊജക്ടേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫിലിം പ്രൊജക്ടേഴ്സ് കാണാം. പല മോഡലുള്ള പ്രൊജക്ടേഴ്സ്, പലതരത്തിലുള്ള റാന്തലുകൾ, ലൈറ്റുകളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ സ്റ്റാച്യൂസ് ആണ് വെച്ചേക്കുന്നത്. ദെൻ പ്രിൻറ്റിങ്ങിൻ്റെ മെഷീൻ്റെ ഒരു ഏരിയ ഉണ്ട്. പലതരത്തിലുള്ള വാളുകൾ, സോഡ് ഒക്കെ വെച്ചേക്കുന്നു. അത് ഈ സൈഡിലേക്ക് നമ്മൾ മുകളിൽ കൂടെ കാണുമ്പോൾ താഴേക്ക് കണ്ട ഒരു ഗാർഡൻ്റെ ഏരിയ ആണിത്.
കുറേ സ്റ്റാച്യൂസ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ. അകത്തേക്ക് പോവാണ്. ഇവിടെ ഈ ഏരിയയിൽ ഗണ്ണും അതുപോലെ തന്നെ കുറേ വാളുകളെല്ലാം വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നത് ആ പീരങ്കിയുടെ ഒരു മോഡല്. പേപ്പർ കട്ടിങ് മെഷീൻ, അതുപോലെ തന്നെ പ്രസ്സിൻ്റെ മെഷീൻ്റെ ഏരിയാസ് ഇതെല്ലാം ഉണ്ട്.